ഞാൻ സുരേന്ദ്രൻ നായർ, അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്നാണ് സംസാരിക്കുന്നത്. 2005 അവസാനത്തിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടുംബസമേതം കുടിയേറി. ഏകദേശം 20 വർഷമായിട്ട് അമേരിക്കയുടെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. എൻ്റെ അമേരിക്കയിലെ വരവിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ, ധനതത്വശാസ്ത്രത്തിൽ BA കംപ്ലീറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ലാ അക്കാഡമിയിൽ LLBക്ക് ജോയിൻ ചെയ്യാൻ എല്ലാ നടപടിയും പൂർത്തീകരിക്കുകയും ചെയ്തു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി കേരള രാജ്ഭവനിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന എൻ്റെ സഹധർമ്മിണി ശ്രീമതി ജയ, അപ്പോൾ ഇവിടെ അമേരിക്കയിലേക്ക് വരാനുള്ളൊരു താല്പര്യം. ആ സമയത്ത് അമേരിക്കൻ ഹെൽത്ത് ഫീൽഡിൽ നഴ്സുമാരുടെ ഒരു വലിയ ആവശ്യകത ഉണ്ടായി. ലോകമെമ്പാടും വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ച് അമേരിക്കയിലേക്ക് നഴ്സുമാർ വരുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് രാജ്ഭവനിൽ ഇരുന്നിട്ട് ടെസ്റ്റ് എഴുതി. തികച്ചും അപ്രതീക്ഷിതമായി എല്ലാ ടെസ്റ്റും വിജയിക്കുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലെത്തി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കുന്നു. ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിലൂടെ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റം, ഡിട്രോയിറ്റിലെ ഫോർഡ് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് അവൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് ഞങ്ങൾ കുടുംബസമേതം അമേരിക്കയിലേക്ക് പറിച്ചു നടപ്പെട്ടു. അതിന് മുന്നേ തിരുവനന്തപുരത്തുണ്ടായിരുന്ന പ്രവർത്തന മേഖല വിടുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കേരള ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് കോളേജ് രംഗത്ത് വർക്ക് ചെയ്യുമ്പോഴും കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു. അത്ര വലിയൊരു എഴുത്തുകാരനൊന്നും ആയിട്ടില്ല ഒരിക്കലും, പക്ഷെ നല്ലൊരു വായനക്കാരൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുകയും അത് ആളുകളോട് സംവദിക്കുകയും തിരുവനന്തപുരത്ത് സായാഹ്നങ്ങളിൽ നടക്കുന്ന എല്ലാ സാഹിത്യ സാംസ്കാരിക വേദികളിലും പ്രേക്ഷകനായിട്ട് പങ്കെടുക്കുമായിരുന്നു. അത് OMC ഹാളിലായിരുന്നാലും കനകക്കുന്ന് പാലസിലായിരുന്നാലും വിദ്യാധിരാജ സഭയുടെ തീർത്ഥവാദ മണ്ഡപത്തിലെ ഓഡിറ്റോറിയത്തിലായിരുന്നാലും അങ്ങനെ ആ ഒരു കാലം അങ്ങനെയായിരുന്നു. ചെറുപ്പകാലം മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് സർവീസിലേക്ക് എത്തുന്നത്. ഗവൺമെൻറ് സർവീസിലെത്തുമ്പോൾ സംഘടനാ രംഗത്ത് സജീവമായിരുന്നു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, അതുപോലെ കേരള NGO അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സജീവമായിട്ട് ഔദ്യോഗിക ജീവിതവും അതോടൊപ്പം ഇത്തരം മലയാള ഭാഷയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി, എല്ലാവരും കേട്ടിരിക്കും, തുഞ്ചൻ സ്മാരക സമിതി ആറ്റുകാൽ ഐരാണിമുട്ട. നമ്മുടെ യഥാർത്ഥ തുഞ്ചൻ പറമ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ഭാഷാ പിതാവിൻ്റെ പേരിൽ പ്രവർത്തനം നടക്കുന്ന വളരെ ബൃഹത്തായൊരു സംഘടനയാണ് ആറ്റുകാൽ തുഞ്ചൻ സ്മാരകം. ആ തുഞ്ചൻ സ്മാരകത്തിൻ്റെ കീഴിൽ നമ്മൾ ഒരു എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി രജിസ്റ്റർ ചെയ്യുകയും ആ എഴുത്തച്ഛൻ നാഷണൽ അക്കാഡമി നെയ്യാറ്റിൻകര മാരായമട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഫാർമസി കോളേജ് ആരംഭിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ആ ഫാർമസി കോളേജിൻ്റെ ആരംഭകാല അംഗവും അതിൻ്റെ സജീവമായ ഒരു അംഗവുമാണ് ഇപ്പോഴും. നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും ഞാനവിടെ പോകാറുണ്ട്. അവർക്ക് തന്നെ നമ്മൾ തന്നെ ആ ഒരു ഹൈസ്കൂൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഒരു TTC, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ കഴിയുന്ന മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സഹജീവികളെയൊക്കെ സഹായിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പൊടുന്നനെ അമേരിക്കയിലേക്ക് എത്തുന്നത്. അമേരിക്കയിൽ വന്നിട്ട് ആദ്യം ഒരു പറിച്ചു നടലിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഭാഷാപരമായ പരിമിതികൾ, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് അവിടെ നിന്ന് വിട്ട് ഒരു പുതിയ മേഖല കണ്ടെത്താനുള്ള ഒരു ശ്രമം. ഭാര്യയ്ക്ക് ജോലിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. മൂത്ത മകൾ നാട്ടിൽ BDSന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അതും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. മകൻ സ്കൂളിലായിരുന്നു, ക്രൈസ്റ്റ് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എടുത്തു പറയാനുള്ളൊരു നേട്ടം, വിദ്യാഭ്യാസ രംഗത്ത് അവർ രണ്ടുപേരും വളരെ നന്നായിട്ട് മുന്നേറാൻ കഴിഞ്ഞു. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസ സാഹചര്യം
അമേരിക്കയിൽ കിട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത് അത് തന്നെയാണ്. എൻ്റെ മകൾ ഡാലസിലാണ്, നീതു സുരേന്ദ്രൻ. അവൾ ഇപ്പോൾ ഇൻഫർമാറ്റിക്സിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇൻഫർമാറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മകൻ ഫാർമസിയിൽ PhD കഴിഞ്ഞിട്ട് ഒരു ജാപ്പനീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിപ്പിച്ച് വന്നുവെങ്കിലും വളരെ നല്ല രീതിയിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അവർ രണ്ടുപേരും ഇപ്പം വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതത്തിലാണ്. ഭാര്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ സാധ്യതകൾ കണ്ടെത്താൻ ഈ രാജ്യത്ത് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാം, നമ്മളൊരു ജോലി പ്രവേശിച്ചാൽ ആ ജോലി തന്നെയാണ് അവസാനം വരെ ഇരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു സാങ്കേതിക പുരോഗതിക്ക് ഉള്ള സാധ്യതകൾ കിട്ടാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് ലൈസൻസ് എടുത്താലും, ഒരു പ്ലംബറായാലും ഒരു ഇലക്ട്രീഷ്യനായാലും, അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ആ രംഗത്ത് അവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് കാലത്തിനനുസൃതമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഭാര്യയും സന്തോഷപരമായ ജീവിതമാണ് നയിക്കുന്നത്. കാരണം അവർ ജോലി ചെയ്യുന്ന ഫീൽഡിൽ, നഴ്സിംഗ് ഫീൽഡിൽ വളരെ അപ്ഡേറ്റഡായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ റിസർച്ച് സെൻ്ററായ MD ആൻഡേഴ്സണിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കുടുംബ പശ്ചാത്തലം അതൊക്കെ അങ്ങനെ തുടരുന്നു. ആ സമയത്താണ് ഞാൻ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. 15 വർഷം അവിടെ വർക്ക് ചെയ്തു. 21 വർഷം നാട്ടിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു. ഈ 15 വർഷം ഡീട്രോയിറ്റിൽ ഔദ്യോഗിക ജീവിതത്തോട് തുടരുമ്പോൾ തന്നെയാണ് ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുന്നത്. ഡീട്രോയിറ്റ് മലയാളി അസോസിയേഷനിൽ സജീവമാകുന്നു. കാരണം സമൂഹത്തോടൊപ്പം നിൽക്കുവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനും അവരുമായിട്ട് സഹകരിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും എനിക്ക് അവരുടെ സഹകരണം കിട്ടാനും എപ്പോഴും താല്പര്യമുള്ള തികഞ്ഞ ഒരു സാമൂഹ്യ ജീവിയായിട്ട് തുടരാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെയാണ് ഡീട്രോയിറ്റ് മലയാളി അസോസിയേഷനിൽ സജീവമാകുന്നു. എടുത്തു പറയത്തക്ക കാര്യം, ഒരു നേട്ടം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ അവിടെ മിഷിഗൻ മലയാളി ലിറ്റററി അസോസിയേഷൻ അഥവാ മിലൻ എന്ന് പറഞ്ഞൊരു മലയാളികളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ 4 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭകരമായ അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. MN കാരശ്ശേരി, M മുകുന്ദൻ, അത് തുടങ്ങി ഒരു വലിയൊരു നിരയുണ്ട്. ഞാൻ എല്ലാവരും പേര് ഇപ്പോൾ അങ്ങോട്ട് ഓർക്കുന്നില്ല. ഒരു വലിയ നിര സാഹിത്യകാരന്മാർക്ക് വേദി ഒരുക്കുവാനും അവരുമായിട്ട് സംവദിക്കാനും രാമനുണ്ണി, വളരെ പ്രഗത്ഭരായ ഒരുപാട് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്, ചെമ്മനം ചാക്കോ തുടങ്ങി കുറേ സാഹിത്യകാരന്മാരെ ഹോസ്റ്റ് ചെയ്യാനും അവർക്ക് വേദി ഒരുക്കാനും അവരുമായി മലയാള സാഹിത്യപരമായ കാര്യങ്ങൾ സംവദിക്കുവാനും അവസരം കിട്ടി. അതുപോലെ തന്നെ മിലൻ്റെ ഞാൻ എൻ്റെ അവിടെ പ്രസിഡൻ്റായിട്ട് സേവനം ചെയ്യുമ്പോഴാണ് ലാന എന്ന് പറയുന്ന അമേരിക്കയിലെ സാഹിത്യകാരന്മാരെ ഒരു ദേശീയ കൂട്ടായ്മയുണ്ട്. അതിൻ്റെ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഡോക്ടർ ജോർജ് ഓണക്കൂർ 3 ദിവസവും ആദ്യവസാനം ആ പരിപാടി പങ്കെടുത്തു. അമേരിക്കയിലെ മലയാള ഭാഷ സ്നേഹിക്കുന്നവർ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരും എഴുതാൻ താല്പര്യമുള്ളവരും വളരെയധികം താല്പര്യപൂർവ്വം പങ്കെടുത്ത ഒരു അവിസ്മരണീയമായ സംഭവമായിരുന്നു ലാനയുടെ ഡീട്രോയിറ്റിലെ കൺവെൻഷൻ. അതിലും ഒരു പ്രധാന പങ്കാളിയായിട്ട് നിൽക്കുവാനും സംഘടിപ്പിക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട്. ജോർജ് ഓണക്കൂർ സാർ എന്ന് പറയുന്ന വളരെ ഭാഷയിൽ ഇത്രയും സ്നേഹിക്കുന്ന, വളരെ ദീർഘകാലം അധ്യാപക വൃത്തിയിൽ നിന്ന അദ്ദേഹവുമായിട്ട് ആ 3 ദിവസം പൂർണ്ണമായിട്ട് ചിലവഴിക്കാൻ കഴിഞ്ഞു. ആ സൗഹാർദ്ദം ഇപ്പോഴും ഒരു നിധി പോലെ ഞാൻ മനസ്സ് സൂക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹവുമായി ആശയവിനിമയം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇതിനെനിക്ക് പ്രേരണ തന്ന മറ്റൊരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ള. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന സമയം വരെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയും മലയാള ഭാഷ ലിപി പരിഷ്കരണത്തിലുമൊക്കെ വളരെ സജീവമായ പങ്കുവഹിച്ച ആളാണ്. അദ്ദേഹത്തിനോട് ഉള്ള ചുരുങ്ങിയ നാളുകൾ ചിലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ അത്തരം ആളുകളോട് കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പരിമിതികളും നമ്മുടെ അജ്ഞതകളും നമ്മൾ ശരിക്കും ഓർമ്മിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവരോടൊപ്പമൊക്കെ വലിയ ആളുകളോടുള്ള സഹവാസം, അവരുമായിട്ട് ഉള്ള സാമീപ്യം നമ്മളിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അത് ബൗദ്ധികമായിട്ടായിരുന്നാലും ജീവിത രീതിയിലായിരുന്നാലും. അങ്ങനെയൊക്കെ ഉള്ള വലിയ ഒരു സമ്പത്ത്, സാഹിത്യരംഗത്തുള്ള ഒരു അനുഭവ സമ്പത്ത് മിഷിഗണിലെ ഒരു 19 വർഷത്തെ ജീവിതം എനിക്ക് സമ്മാനിച്ചു. അങ്ങനെ ഡീട്രോയിറ്റ് മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് 19 വർഷം
സജീവമായിട്ട് ഈ സാഹിത്യരംഗത്തും അതുപോലെ മലയാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം മലയാളം ക്ലാസ് നടത്തുന്ന കാര്യത്തിലും ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മലയാളം ക്ലാസ് അവിടെ ആരംഭിച്ചു. അതിപ്പോഴും നമ്മൾ നാട്ടിലുള്ള സർക്കാരിൻ്റെ ഒരു ഏജൻസി മലയാളം മിഷനുമായിട്ട് ചേർന്നിട്ട് മലയാളം ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ 200ഓളം കുട്ടികളെ മലയാള ഭാഷയുടെ ലിപിയും അത്യാവശ്യം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു നല്ല നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഭാഷയാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്. ഭാഷയിൽ നിന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണം രൂപപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എത്ര ഭാഷകൾ പുതിയതായിട്ട് പഠിച്ചാലും നമ്മൾ ആദ്യം പഠിക്കുന്ന ഭാഷ, അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അത് പകർന്നു തരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാഷാരംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 2023 അവസാനത്തോടുകൂടി ഇങ്ങനെ അവിടെ നിന്നും ഈ സംസ്ഥാനത്തേക്ക് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് താമസം മാറുവാനുള്ള ആലോചന വരുന്നത്. എൻ്റെ മകൻ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സാഹിത്യരംഗത്ത് കുറച്ചൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവൻ്റെ ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പം അങ്ങനെ കുടുംബത്തിലെല്ലാവർക്കും തന്നെ ഭാഷയോടും സാഹിത്യത്തോടും താല്പര്യമുണ്ട്. അവരെല്ലാവരും തന്നെ ഇതിന് വേണ്ട സഹായം തരാറുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സപ്പോർട്ട് കിട്ടാറുണ്ട്. ആ ഒരു ഭാഷാ പ്രവർത്തനം ഹൂസ്റ്റണിലേക്ക് വന്ന 1.5 വർഷത്തോളം കഴിയുന്ന ഹൂസ്റ്റണിലോട്ട് വന്നിട്ട് കാലാവസ്ഥാപരമായ വ്യത്യാസം, ഡിട്രോയിറ്റിൽ മിഷിഗണിലുള്ള വളരെ നല്ല ശൈത്യത്തിൻ്റെ അതിപ്രസരമുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്നിട്ട് കുട്ടികൾ ജോലി സംബന്ധമായ 2 പേരും മകനും മകളും കല്യാണം കഴിഞ്ഞതോടുകൂടി അവിടെ നിന്ന് മാറുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഈ പ്രവർത്തനം സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ദേശീയ സംഘടന ഇവിടെ ഉണ്ടായിരുന്നു. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അത്ര കടുത്ത ഒരു മതവിശ്വാസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മതപരമായ കാര്യങ്ങളിൽ അത്ര വ്യാപൃതനായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ സനാതനധർമ്മം അതിൻ്റെ മൂല്യങ്ങളും എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ സനാതന ധർമ്മ പ്രചരണാർത്ഥം ജാതിയോ മതമോ ഒന്നും കൂടാതെയുള്ള ഒരു പ്രവർത്തനം അമേരിക്കയിലാകാം എന്ന് ഒരു പ്രേരണ എനിക്ക് കിട്ടുകയും അതിൽ പ്രകാരം കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടന ഇതിൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തന വഴിയിൽ അതിൻ്റെ പിന്നിട്ട വർഷങ്ങളിൽ 2015-17 കാലഘട്ടത്തിൽ അതിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ആ സംഘടനയുടെ തന്നെ ചരിത്രത്തിലൊരു മാറ്റമായിരുന്നു. അന്ന് വരെ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ച ആളുകൾ, ഇവിടെ മറ്റ് പല രംഗങ്ങളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥാനം. പക്ഷെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അതിനുണ്ടായിരുന്ന യുവാക്കളുടെയൊക്കെ നിർബന്ധ ബുദ്ധിയും അവരുടെ സഹകരണവും എല്ലാം കൊണ്ട് അതിൻ്റെ പ്രസിഡൻ്റാകാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെമ്പാടും സനാതനധർമ്മം പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. മതത്തിനും മറ്റ് വിശ്വാസങ്ങൾക്കും അതീതമായിട്ട് മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് മറ്റ് സാമൂഹിക വിവേചനങ്ങൾക്കൊക്കെ എതിരായിട്ട് സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളിലൂടെ നമുക്ക് യുവജനങ്ങളിൽ മൂല്യബോധം വളർത്തുക. ഈ സാങ്കേതികതയുടെ അതിപ്രസരം വളരെ കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു നൈപുണ്യം വളരെ വലുതാണ്. ലോകത്തെവിടെയും കിട്ടുന്നതിനേക്കാളും വലിയ സാങ്കേതിക സൗകര്യങ്ങളും അതിൻ്റെ അനന്തമായ സാധ്യതകളും ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഭാരതീയ മൂല്യങ്ങളിലൂടെ അതോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ സമ്പന്നമായ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് അമേരിക്കയുടെ സാങ്കേതിക മികവും ഭാരതം പഠിപ്പിച്ചുവിട്ട ഭാരതീയ മൂല്യങ്ങളും, ആ മൂല്യങ്ങൾ ഏകദേശം മറ്റു മതങ്ങളും ഒക്കെ പറയുന്ന മൂല്യങ്ങളൊക്കെ തുല്യമാണ്. പ്രമാണവും പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് സമൂഹങ്ങളെ. അല്ലെങ്കിൽ ചേരുതലുണ്ടാവുന്നത് അവിടെ വരുമ്പോഴാണ്. പ്രമാണമെല്ലാം തുല്യമാണ്. ഒരു മതവും പ്രമാണം പരമായി മനുഷ്യൻ്റെ നന്മയെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തെ നിഷേധിക്കുന്നില്ല. അതിൻ്റെയൊക്കെ സങ്കല്പവും അതിൻ്റെയൊക്കെ സന്ദേശവും ഒന്ന് തന്നെയാണ്. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ് സനാതന ധർമ്മ പ്രചരണ രംഗത്ത് ഞാൻ ആകർഷണനാകുന്നത്. ഡിട്രോയിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ
ഒരു നാഷണൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. 1500ഓളം ആളുകൾ പങ്കെടുത്ത 4 ദിവസം നീണ്ടുനിന്ന ബൃഹത്തായ ഒരു കൺവെൻഷനായിരുന്നു അത്. കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ, സി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സാഹിത്യരംഗത്തെ കുലപതികളെയൊക്കെ നമുക്കതിൽ ഈ 3 ദിവസവും നമുക്കവിടെ എത്തിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരി, സ്വാമി ബോധാനന്ദ, അങ്ങനെ തുടങ്ങിയ ആളുകൾ. കലാരംഗത്ത് നിന്ന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്ന് ഒത്തിരി ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ സാംസ്കാരിക രംഗത്തിൻ്റെയും നമ്മുടെ ആധ്യാത്മിക രംഗത്തിൻ്റെയും ഒരു സമന്വയമായ ഒരു സംഗമവേദിയായി 3 ദിവസം അവിടെ കൺവെൻഷൻ 1500ഓളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു KHNയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ ഉള്ള ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ എപ്പോഴും ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളല്ല. ആ അവസരം എനിക്ക് വരികയും കഴിവിൻ്റെ പരമാവധി അതിൻ്റെ കൂടെ നിൽക്കുവാനും അത് വിജയിപ്പിക്കുവാനും സാധിച്ചു. അത് എടുത്തു പറയാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കൺവെൻഷനൊക്കെ നടത്തി അവിടെ നിന്ന് ഒരു ദേശീയ രംഗത്ത് ഉള്ള മാധ്യമ ശ്രദ്ധയൊക്കെ വരുന്നു. അതിനുശേഷമാണ് ശരിക്കും കാര്യമായിട്ട് ഞാൻ ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങുന്നത്. ആനുകാലികങ്ങളെ വിഷയങ്ങളെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് കഴിയുന്ന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പം പ്രവർത്തിച്ചു വരുന്നത്. ഹൂസ്റ്റണിൽ ഇവിടെ കേരള ഹൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറമുണ്ട്. അതിൽ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം സൊസൈറ്റി ഉണ്ട്. ഇപ്പം മറ്റെന്തിനേക്കാളേറെ സംസ്കാരത്തിനും ഭാഷയെയും സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷാപരമായി നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്. മലയാള ഭാഷ ഒരുപക്ഷെ ചെറിയ ഭാഷ എന്ന് പറയുന്നു എങ്കിൽ പോലും നമ്മൾ ആ ഭാഷയിൽ ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷെ നമുക്ക് ഈ ആംഗലേയ സാഹിത്യമൊക്കെ വന്ന കാലത്ത് ട്രാൻസ്ലേഷനിലും ഒക്കെ ഉണ്ടായ പരിമിതികളുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കൃതികൾ ലോകത്തെത്താത്തത്. ഭാരതത്തിൻ്റെ വളരെ ഈടുറ്റ കൃതി ഇപ്പോൾ ആണ് പലതും കണ്ടുപിടിക്കപ്പെടുന്നത് തന്നെ. ജർമ്മൻകാരൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വലിയ സമ്പത്തുള്ള ഒരു സമൂഹമാണ് ഭാരതീയരാകെ ഒന്നാകെ നോക്കുമ്പോൾ. ഇപ്പോൾ കാളിദാസനായിരുന്നാലും മഹാകവി കാളിദാസൻ്റെ എഴുത്തുകളൊക്കെ തന്നെ നമ്മുടെ ഷേക്സ്പീരിയൻ സാഹിത്യം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം അതുമായിട്ട് ഒത്തുപോകുന്നതായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒഡീസി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ഗ്രീക്ക് സാഹിത്യം വായിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മുന്നിൽ സഞ്ചരിച്ച ഒരു വലിയ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ടായിരുന്നു. അവിടെ വിവേചനമില്ലായിരുന്നു, അവിടെ വിദ്വേഷമില്ലായിരുന്നു. അതൊക്കെ പിന്നാലെ വന്ന സംഘടിത വിഭാഗങ്ങൾ ഈ മതങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിദ്വേഷങ്ങൾ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നന്മയും സന്ദേശവും എല്ലാവരും നൽകുന്നത് ഒന്ന് തന്നെയാണ്. അതിനെ പ്രചരിപ്പിക്കുവാൻ അമേരിക്കയിൽ അവസരം കിട്ടുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ഒരു അഭിമാനമായി ഞാൻ കാണുന്നു. അതാണ് എനിക്ക് നൽകുന്ന എല്ലാ കാലത്തെയും ഊർജ്ജം. എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. ഇപ്പോൾ ഡിട്രോയിറ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കൺവെൻഷൻ തന്നെ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് സ്റ്റീഫൻ നാപ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചിന്തകരെ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞു. ഈ അമേരിക്കൻ ആംഗലേയ സാഹിത്യവും അവരുടെ ചിന്താഗതിയും ഭാരതീയ മൂല്യങ്ങളും സംവദിക്കുന്ന വേദികൾ കണ്ടെത്താനും അത് ആളുകളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സംഘടനാ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ ഒരു കാര്യം. അതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. ആ പ്രവർത്തനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.